ഊത്തപ്പം വേണോ പിന്നെ ബോണ്ട വേണോ? ഇത്താക്കുചേട്ടൻ തന്ന പുട്ടു വേണോ? ഊത്തപ്പം വേണോ പിന്നെ ബോണ്ട വേണോ? ഇത്താക്കുചേട്ടൻ തന്ന പുട്ടു വേണോ? നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് ഞാനാണ് കേട്ടോ. എൻ്റെ പേര് സ്നേഹ. തുടക്കത്തിലെ പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഊത്തപ്പമാണ്. അപ്പോൾ അതിന് സൈഡായിട്ട് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പാറിൻ്റെ റെസിപ്പി എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതിനു മുമ്പ് പല ടൈപ്പ് സാമ്പാർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വറുത്തരച്ച സാമ്പാർ, ടിഫിൻ സാമ്പാർ പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നത്. ഇത് വേറൊരു തരത്തിൽ. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മുടെ തുവരപ്പരിപ്പും ഉരുളക്കിഴങ്ങും ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും, ഇത്രയാണ് ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഒറ്റ വിസിൽ മതി. അതിനുള്ളിൽ തന്നെ അത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി കഷ്ണങ്ങൾ കൂടെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മുരിങ്ങക്കോലും വഴുതനങ്ങയും നമ്മുടെ സവാളയും പടവലങ്ങയും ഇത്രയും കഷ്ണങ്ങളാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തക്കാളി ഒഴികെയുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടച്ചു വെച്ച് വിസിലേൽപ്പിക്കാം. ഈ സമയത്ത് പച്ചക്കറി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും പിന്നെ നമ്മൾ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ച ശേഷം നമുക്ക് ഒറ്റ വിസിൽ മതി ഇനി കേൾപ്പിക്കുമ്പോഴും. അതേപോലെ വിസിൽ കേട്ട ശേഷം മുഴുവൻ പ്രഷറും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ആ വിസിലൊന്ന് പൊക്കി ബാക്കിയുള്ള എയർ കളഞ്ഞ് തന്നെ ഇത് ചെയ്യാം. കാരണം ഒരുപാട് പച്ചക്കറി വെന്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ സമയത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും വളരെ കുറച്ച് അളവിലും സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനിവിടെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി. അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ആ പുളി വെള്ളം ഞാൻ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടിയിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ടിത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളയ്ക്കണം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെയായിരുന്നു. കറിവേപ്പിലയും ഈ സമയത്താണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിയും പൊടികളെല്ലാം കൂടി നമ്മൾ തിളപ്പിച്ചത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും നേരം നമ്മുടെ കറിക്കൊരു മഞ്ഞ കളറായിരുന്നു അല്ലേ. ഇതാ ഇപ്പോൾ നമ്മൾ ആ പുളിവെള്ളവും പൊടികളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് സാമ്പാറിൻ്റെ കളറും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലും കൂടി ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ഓർക്കണം. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് ശർക്കര പാനി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണം ശർക്കര ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ പാനിയായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു ഒരു ടീസ്പൂൺ, 2 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അവസാനം നമ്മളിനി സാമ്പാറിലേക്ക് കടുക് താളിക്കുകയാണ്. ഇത്രയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഞാൻ കൂടുതലും വറുത്തരച്ചാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇതേപോലെ ഊത്തപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ ഇതുപോലെ എളുപ്പത്തിലുള്ള സാമ്പാറാണ് കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ താളിച്ചകളും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കർ ഫ്രീ ആയി കിട്ടിയല്ലോ, കഴുകിയെടുത്ത് വെക്കാമല്ലോ. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും മല്ലിയിലയും പച്ചമുളകും ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. പക്ഷേ ചേർക്കുന്ന എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. അതേപോലെ ദോശമാവ് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ പച്ചക്കറികളോ അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇടാം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ തൂവിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചട്ട് കൊണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ശരിക്കും ആ മാവിലേക്ക് അങ്ങ് ചേർന്നിരുന്നോളൂ. അപ്പം മറച്ചിട്ടാലും അത് വിട്ടു പോരത്തില്ല.
അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് അടി പെട്ടെന്ന് തന്നെ കത്ത് പിടിക്കും, മേൽഭാഗം ഒട്ട് വേവത്തുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഊത്തപ്പം. അപ്പോൾ ഒനിയൻ ഊത്തപ്പം ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും സവാളയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവാളയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ ഏത് പച്ചക്കറിയാണോ ഇഷ്ടം അത് ഏത് വേണേലും ചേർക്കാം. ക്യാരറ്റോ ബീൻസോ ക്യാപ്സിക്കോ മല്ലിയിലോ എന്ത് വേണേലും ചേർക്കാം. കറിയൊന്നും ഇല്ലാതെ തന്നെയാണെങ്കിലും ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതായത് ഊത്തപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് സാധാരണ നമ്മൾ ശരവണയിലൊക്കെ പോകുമ്പോൾ ഊത്തപ്പവും 2 ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടാവില്ലേ, എനിക്ക് ആ കോമ്പിനേഷനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവിടെ 2 ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ മല്ലിയില പുതിനയില ചട്നിയും പിന്നെ നമ്മുടെ സാധാ തേങ്ങ ചട്നിയാണ്. അപ്പോൾ തേങ്ങ ചട്നിയുടെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. പിന്നെ മല്ലിയിലയുടെ ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഊത്തപ്പവും അതിനൊപ്പം തന്നെ സൈഡ് കറികളൊക്കെ ആയിരുന്നു. ഇത്രയും കഴിക്കുമ്പോൾ തന്നെ രാവിലെ നന്നായിട്ട് വയറ് നിറയും. കുറേ നാൾ കൂടിയാണ് ഇത്ര ഗ്രാൻഡായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗോതമ്പ് ദോശയിൽ മുട്ടയൊക്കെ ഒഴിച്ച് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇത് കുറച്ച് സമയമെടുത്ത് തന്നെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഊത്തപ്പമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 2 ചട്നിയും സാമ്പാറിലും കൂടെ മുക്കിയത് കഴിച്ചാലുണ്ടല്ലോ അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു പിടി പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഉച്ചത്തെ ഊണിന് ഞാൻ പാവയ്ക്കയും ചക്കക്കുരു മുരിങ്ങാക്കോലും കൂടെ ഇട്ടിട്ട് ഒരു തോരൻ, കുറച്ച് കുഴമ്പ് പാകത്തിന് തേങ്ങയൊക്കെ ഇട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ സാമ്പാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് കുറേ നാൾ കൂടിയിട്ട് ഞാൻ മട്ട അരിക്ക് പകരം വെള്ളച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പാവയ്ക്ക നമ്മുടെ നാടൻ പാവയ്ക്കയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഞങ്ങളിവിടുത്തെ ശ്രീലങ്കൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ പാവയ്ക്കയും ചക്കക്കുരും അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലും എല്ലാം കൂടെ ഞാനൊന്ന് കുക്കറിലിട്ട് ഒന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്പം വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി, അപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും. എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കുഴഞ്ഞ പാകത്തിന് കിട്ടുന്നതായതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട, നേരിട്ട് തന്നെ നമുക്ക് പാത്രത്തിൽ വേവിക്കാം. അപ്പോൾ അതിനോടൊപ്പം വഴുതനങ്ങ വറക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ഗരം മസാലയും അല്പം ഉപ്പും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും കോൺഫ്ലോറും. അപ്പോൾ ഈ കോൺഫ്ലോർ ഇട്ടാൽ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുവേ. പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ അവസാനമാണ് കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത്, ഞാൻ മറന്നു പോയതുകൊണ്ടാണ് പിന്നീട് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, വേണമെങ്കിൽ ഉലുവയുടെ പൊടി ചേർക്കാം, അതൊക്കെ നല്ലതാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനി വഴുതനങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് ഇതങ്ങ് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ മീനൊക്കെ ഉടക്കില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ വഴുതനങ്ങ നുറുക്കുമ്പോൾ വട്ടത്തിൽ അല്പം കട്ടിയിൽ നുറുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ വറുക്കാൻ നേരത്തെ അങ്ങ് കുറച്ചുകൂടെ അങ്ങ് ചുങ്ങിപ്പോവും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കനത്തിൽ മുറിച്ചെടുക്കുന്നതാണ് കാണാനും, പിന്നെ നമുക്ക് വറുത്തെടുക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എളുപ്പം അതായിരിക്കും. അപ്പോൾ കുക്കറിൽ നമ്മുടെ പാവയ്ക്കയും ചക്കക്കുരും മുരിങ്ങാക്കോലൊക്കെ വെന്തു. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കടുകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കാരണം നമ്മൾ വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം കൂടെ ചേർത്ത് പാവയ്ക്കയും ചക്കക്കുരൊക്കെ വേവിച്ചെടുത്തല്ലേ ഉള്ളൂ. ഇനി അതൊരു തോരൻ പരുവത്തിലാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കിയപ്പോൾ സവാള എടുത്തത് ബാക്കി വന്നു, അതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്തത്. അല്ലെങ്കിൽ ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെയുള്ള കറികൾക്ക് ചതച്ച മുളകായിരിക്കും കേട്ടോ. ഇനി അതൊന്ന് വഴണ്ടി വരട്ടെ. ഒരുപാട് വാടേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരും പാവയ്ക്കയും മുരിങ്ങാക്കോലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള കറിയാണെങ്കിൽ വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരെ ചക്കക്കുരും പാവയ്ക്കയും ചേർത്ത് അല്പം വെള്ളം കൊണ്ട് ചേർത്ത് മൂടി വെച്ച് വേവിച്ചാൽ മതി. എനിക്ക് കുറച്ചുകൂടെ ഒരു കുഴഞ്ഞ പാകത്തിനുള്ളത് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ വേവിച്ചത്. അതേപോലെ തന്നെ ഞാനിവിടെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ചേർത്ത് അതൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെ
ഇടയ്ക്കൊന്ന് മറിച്ചെന്നും അതേപോലെ തന്നെ മൂടി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പാവയ്ക്കയും ചക്കക്കുരുവിലൊക്കെ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു. അതൊന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിലർക്ക് മെഴുക്കുവരട്ടിയായിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ തേങ്ങ ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് പൊതുവേ തോരനാണ് എൻ്റെ പ്രിയപ്പെട്ട കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഴുക്കുവരട്ടിയേക്കാളും. അതുകൊണ്ട് തോരനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, എളുപ്പപ്പണിയാണ്. അതേപോലെ ആ സമയം കൊണ്ട് നമ്മുടെ വഴുതനങ്ങ വറുത്തത് റെഡിയായി കഴിഞ്ഞു. പിന്നെ രാവിലത്തെ സാമ്പാർ ബാക്കിയുണ്ട്. അപ്പോൾ സാമ്പാറും മീൻ വറുത്തതും ഒരു തോരനാണ് എനിക്കിഷ്ടപ്പെട്ട കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് മീനുണ്ടായില്ല. അപ്പോൾ നോക്കിയപ്പോൾ വഴുതനങ്ങ ഇരിപ്പുണ്ട്. വഴുതനങ്ങ വറുത്താലും മീനിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഏകദേശം നമ്മൾ മീൻ വറുക്കുന്ന പോലെയൊക്കെയല്ലേ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കോമ്പിനേഷൻ അതാണ് കേട്ടോ, സാമ്പാറും വഴുതനങ്ങ വറുത്തതും പാവയ്ക്ക ചക്കക്കുരു മുരിങ്ങാക്കോൽ തോരനും. അപ്പോൾ ഈ വെള്ളച്ചോറിൻ്റെ കൂടെ സാമ്പാർ നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളച്ചോറ് ഉണ്ടാക്കിയത്. സാധാരണ ഞാൻ മട്ടരിയാണ് കൂടുതലും ഇവിടെ ഉണ്ടാക്കാറ്. പക്ഷേ വെള്ളച്ചോറ് കൂട്ടി സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം. ഇന്ന് എനിക്കിവിടെ വാക്സിനേഷൻ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ഞാനിന്ന് പോയി വാക്സിൻ എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കോവിഡ് വാക്സിൻ ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന കെട്ടിടത്തിലാണ് എനിക്ക് വാക്സിനേഷൻ തരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വാക്സിൻ എടുക്കാൻ നേരത്തെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യണം. ആ സമയത്ത് നമ്മളവിടെ ചെല്ലുക. ചെന്ന് കഴിയുമ്പോൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ TV-യിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ എഴുതി കാണിക്കും നമ്മൾ എത്ര ടെമ്പറേച്ചറാണെന്ന്. നോർമൽ ടെമ്പറേച്ചറാണെങ്കിൽ മാത്രമേ കയറ്റി വിട്ടുള്ളൂ. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ടോക്കൺ എടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു ഹെൽത്ത് കാർഡുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളും ഉണ്ട്. അതവർ എൻറ്റർ ചെയ്യും. അതിനുശേഷം അവിടെ നിന്നൊരു ഫോം തരും. എന്നിട്ട് നമ്മൾ നേരെ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് വിടുന്നത്. ഈ ചേട്ടനെ കണ്ട ഓർമ്മയുണ്ടോ? നമ്മുടെ ബോബി ചേട്ടനാണ് കേട്ടോ എനിക്ക് വാക്സിനേഷൻ തരുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു അലർജി ഇതൊന്നുമില്ല, നമുക്കിതിന് സമ്മതമാണെന്നുള്ള എഴുതി ഒപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് വാക്സിൻ തരും. അപ്പോൾ ഞാനെടുത്ത വാക്സിൻ മോഡേണയുടെ വാക്സിനാണ്. അപ്പോൾ എനിക്ക് വാക്സിൻ തരാൻ വേണ്ടി ബോബി ചേട്ടൻ റെഡിയായി തന്നെ നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ആദ്യം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോബി ചേട്ടൻ ആയതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ, നമ്മൾ അറിയുന്ന ആളാണ്, നമ്മളെ വേദനിപ്പിക്കാതൊക്കെ എടുത്തു തരും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആ ഒരു ധൈര്യം സംഭരിച്ച് തന്നെയാണ് ഞാൻ ഇരുന്നത്. ചേട്ടൻ നല്ലൊരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ചേട്ടൻ പെട്ടെന്ന് തന്നെ എനിക്ക് വാക്സിൻ എടുത്ത് തന്നു കേട്ടോ. ഞാൻ അറിഞ്ഞത് പോലുമില്ല എനിക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. സാധാരണ ഉറുമ്പ് കടിക്കുന്ന വേദന എന്ന് പറയും, ഇതെനിക്ക് അതുപോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളൊരു 15 മിനിറ്റ് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ വാക്സിൻ എടുത്ത ഉടനെ തന്നെ നമുക്ക് സെക്കൻഡ് ഡോസ് വാക്സിൻ എന്നാണ് എടുക്കുന്നതെന്നുള്ള ആ ഒരു പേപ്പറിൽ തരും. എനിക്ക് നെക്സ്റ്റ് ജൂലൈ എൻഡിലാണ് നെക്സ്റ്റ് ഡോസ് വാക്സിൻ കിട്ടുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ ഒന്ന് കൈയൊക്കെ ഒന്ന് അനക്കിനി, എങ്ങാനും പെട്ടെന്ന് കട്ടുകഴപ്പുണ്ടായിരുന്നു, ഇച്ചായനുണ്ടായിരുന്നേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രമേ കൈ അനക്കുന്നുള്ളൂ. 15 മിനിറ്റത്തെ നമ്മുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്ക് അങ്ങനെ വാക്സിൻ കിട്ടി. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വാക്സിൻ എടുത്ത ശേഷം വന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു കട്ടുകഴുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതാണ്. ബൈ.